നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. കാരണം അനുമോൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വഴക്കുണ്ടായ ആളുടെ പുറകെ പോകണം അങ്ങനത്തെ ഉള്ളൊരു സംഗതിയിൽ. അപ്പം ഞാൻ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയിട്ടും ആ ഒരു സംഗതി ഒരു ചേഞ്ചും കണ്ടിട്ടില്ല. നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വേണം. അപ്പം ആ ഒരു ചേഞ്ച് ഒന്നും ഞാനും കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എന്തിനാ ഇനി പുറകെ പോകുന്നത്. ഞാൻ പുറത്ത് ആണെങ്കിലും എല്ലാവരോടും ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് നിന്റെ സെൽഫ് റെസ്പെക്റ്റ് കളയണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിച്ച് ഒന്നും കൂടെ എൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ആരെങ്കിലും എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല, എനിക്ക് തിരിച്ച് കിട്ടാത്തൊരു എഫേർട്ടിൽ. കാരണം പുറകെ പോയിട്ട് കാര്യമില്ല. ഞാൻ അവിടെ കുറച്ചും കൂടെ എന്നെ വാല്യൂ ചെയ്യണമെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. അതെ, ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്ന് അനുമോൾ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടേ. അപ്പൊ എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ പല വന്ന ആൾക്കാരോട് പറഞ്ഞു ഞാൻ ഉള്ളിലൊരു സാധനം വെച്ച് നിൽക്കുക, എനിക്കത് പൊട്ടിയാൽ ഞാൻ എവിടെയെങ്കിലും സൈഡാവും. സോ ഇവിടുന്ന് പോകുമ്പോൾ ഞാനൊന്നും ഉള്ളോട്ട് എടുക്കത്തില്ല. പക്ഷെ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് എല്ലാവരോടും മുഖം നോക്കി മിണ്ടണം. ഇപ്പൊ ലക്ഷ്മിനോടാണെങ്കിലും ഞാൻ വിട്ട് മസ്താനോട് ഇവിടുന്ന് പോകുമ്പോൾ ഞാനൊന്നും ഉള്ളോട്ട് എടുക്കത്തില്ല. പക്ഷെ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് എല്ലാവരോടും മുഖം നോക്കി മിണ്ടണം. ഇപ്പൊ ലക്ഷ്മിനോടാണെങ്കിലും ഞാൻ വിട്ട് മസ്താനോട് നമ്മളിരുന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മളിരുന്ന് സംസാരിക്കും. പക്ഷേ പറയുന്ന കാര്യത്തിന് ഒരിത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് അതിലേക്ക് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. കാരണം കുറേ ആൾക്കാർ മുന്നിൽ വന്നിട്ട് ഫേക്കായിട്ട് നിൽക്കുമ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ കുറേ എന്താ പറയുക, ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ആ ഫേക്ക്നെസ് ഞാൻ മൊത്തത്തിൽ തുടച്ച് നീക്കിയിട്ട് ഇപ്പോൾ ഫേക്കായിട്ട് നിൽക്കുന്നുണ്ട് മുന്നിൽ നിന്ന് ഒരാൾ വന്നാൽ എനിക്ക് ആ നെഗറ്റീവ് വൈബ് അടിച്ചാൽ ഞാൻ മാറിപ്പോവും. ഞാൻ എൻ്റെ പീസ് സേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫേക്ക്നെസ് ഉണ്ടെങ്കിലും എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതിന് കൈയടിയില്ല.